നൂറ്റാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഓപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. നിങ്ങൾ പറയുന്ന നിയമമാണ്. നടപടിക്രമം അനുസരിച്ച് നിയമപരമായിട്ടുള്ള നടപടി എടുത്തോളൂ. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള അയോഗ്യനായ ഒരാളെ അയോഗ്യൻ നിങ്ങളെ തീരുമാനിക്കാൻ അരവിന്ദാക്ഷനെ അയോഗ്യനായി കൽപ്പിക്കുക. പിന്നെ നിങ്ങൾ എന്തൊരു അയോഗ്യം എന്ന് പറയാൻ അരവിന്ദാക്ഷൻ അയോഗ്യം എന്ന് പറയുന്നത് എനിക്ക് പറയാൻ അവകാശമുണ്ടോ? നിങ്ങൾക്ക് പറയാൻ അവകാശമുണ്ട്, എനിക്ക് പറയാൻ അവകാശമില്ല. അരവിന്ദാക്ഷൻ അയോഗ്യനല്ല, അയോഗ്യനല്ല എന്നുള്ളത് തന്നെയാണ് അരവിന്ദാക്ഷൻ യോഗത്തിൽ പങ്കെടുക്കുന്നത്. നിങ്ങൾ പറഞ്ഞു ഞാൻ കേട്ടല്ലോ. അയോഗ്യൻ എന്ന് തീരുമാനിക്കുക കൗൺസിലർ അജിത് കുമാറല്ല. അജിത് കുമാറിന്റെ അഭിപ്രായമാണ്. അഭിപ്രായം കേട്ടു. ഞങ്ങളിതാ ഈ യോഗം ശരി, അത് ചെയ്തോളൂ. അതുകൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ തറവാട്ടുക യോഗമായിട്ട് നടത്തുക. തറവാട്ടുള്ളത് ഇതൊരു തറവാട്ടുകയല്ല, ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയാണ്. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ PR അരവിന്ദാക്ഷനെ നഗരസഭാ യോഗത്തിൽ പങ്കെടുപ്പിച്ചതിനെ ചൊല്ലി നഗരസഭയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ വാക്കേറ്റവും ബഹളവും നടന്നു. അരവിന്ദാക്ഷൻ കുറ്റവാളിയല്ല, PMLA കോടതി കേസെടുത്തതിന്റെ ഭാഗമായി കുറ്റവാളിയല്ല എന്നുള്ളത് തന്നെ അരവിന്ദാക്ഷൻ യോഗത്തിൽ പങ്കെടുക്കാനുള്ള അവകാശമുണ്ട്. അവകാശത്തിന്റെ ഭാഗമായിട്ടാണ് അരവിന്ദാക്ഷൻ ജാമ്യം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അരവിന്ദാക്ഷൻ പങ്കെടുക്കും. ഒരു മിനിറ്റ്, കേസിനെ കുറിച്ചോ ഈ നഗരസഭയ്ക്ക് പുറത്തുള്ള ഒരു കാര്യത്തെ കുറിച്ചോ ഞങ്ങൾ സംസാരിക്കുന്നില്ല. നഗരസഭ ഭരണഘടനാ പ്രകാരം 93-94 ആക്ട് അനുസരിച്ച് രൂപീകൃതമായതാണല്ലോ മുനിസിപ്പൽ നഗരസഭ ആക്ട്. ആ മുനിസിപ്പാലിറ്റി ആക്ടിൽ 92 സെക്ഷനിൽ പറയുന്ന പോലെ 3 മാസത്തിൽ കൂടുതൽ 3 മാസത്തെ 3 മീറ്റിങ്ങിൽ കൂടുതൽ ഹാജരാവാതിരിക്കുകയോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലോ ജനറൽ കമ്മിറ്റിയിലോ ഹാജരാവാതിരുന്ന ഒരാൾ അയോഗ്യനാണ്. അപ്പോൾ അതിൽ കൂടുതൽ ഹാജരാവാതിരുന്ന അരവിന്ദാക്ഷൻ നിയമപ്രകാരം മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് ഭരണഘടന അനുസരിച്ച് അയോഗ്യനാണ്. അങ്ങനെ അയോഗ്യനായ ഒരാൾ, അത് സെക്രട്ടറിയാണ് പറയേണ്ടത്, അയോഗ്യനായ ഒരാളെ എങ്ങനെയാണ് ഈ യോഗത്തിൽ കയറ്റിയിരുത്തുന്നത്? അരവിന്ദാക്ഷൻ 6 മാസം മുമ്പ് നമുക്ക് പരാതി ലീവ് തന്നിട്ടായിരുന്നു. ആ ലീവ് അംഗീകരിച്ചു. ഏത് ലീവ്? ലീവ് മുനിസിപ്പൽ കൗൺസില് ലീവ് അംഗീകരിച്ചതാണ്. അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തുടർന്നും അയാൾക്ക് പങ്കെടുക്കാൻ ആവശ്യമായിട്ടുള്ള വേറൊരു നടപടി മുനിസിപ്പൽ എന്ന രീതിയിൽ നഗരസഭാ സെക്രട്ടറിക്ക് അരവിന്ദാക്ഷൻ നോട്ടീസ് കൊടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. അരവിന്ദാക്ഷൻ ജയിലിലായിരുന്നു. ആ ജയിലിലായതിന്റെ അടിസ്ഥാനത്തിൽ കോടതി അനുമതിയോടുകൂടി കൊടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. അത് കഴിയില്ല എന്ന രീതിയിലാണ് നിർദ്ദേശിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് ഈ ക്രയവിക്രയം നടത്താൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അരവിന്ദാക്ഷന് നമുക്ക് അറിയിപ്പ് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അയാൾ അയോഗ്യനല്ല, യോഗ്യൻ തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അരവിന്ദാക്ഷൻ ഇവിടെ പങ്കെടുക്കുന്നത്. അരവിന്ദാക്ഷൻ അയോഗ്യനാണ് എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഒരു വിവരം അരവിന്ദാക്ഷൻ കൊടുത്തിട്ടില്ല. മറ്റുള്ള ആളുകൾ അയോഗ്യനാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തീരുമാനിക്കുക, നമ്മളല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തീരുമാനിക്കുക എന്നുള്ളതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ അരവിന്ദാക്ഷൻ അയോഗ്യനായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അരവിന്ദാക്ഷൻ യോഗത്തിൽ പങ്കെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അരവിന്ദാക്ഷന്റെ ആദ്യത്തെ 6 മാസത്തെ ലീവ് അംഗീകരിച്ചു. പക്ഷെ ആക്ടിൽ പറയുന്നത് ഒരാൾ 6 മാസം ലീവ് അനുവദിച്ചാൽ പിന്നീട് ലീവ് നീട്ടണമെങ്കിൽ അയാൾ ഈ നഗരസഭാ യോഗത്തിൽ പങ്കെടുത്ത് ഒപ്പിട്ടതിന് ശേഷമാണ് 6 മാസം ലീവിന് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്പൊ രണ്ടാമത്തെ നിങ്ങൾ പറയുന്ന നിയമമാണ്. നടപടിക്രമം അനുസരിച്ച് നിയമപരമായിട്ടുള്ള നടപടി എടുത്തോളൂ. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള അയോഗ്യനായ ഒരാളെ അയോഗ്യൻ നിങ്ങളെ തീരുമാനിക്കാൻ അരവിന്ദാക്ഷനെ അയോഗ്യനായി കൽപ്പിക്കുക. പിന്നെ നിങ്ങൾ എന്തൊരു അയോഗ്യം എന്ന് പറയാൻ അരവിന്ദാക്ഷൻ അയോഗ്യം എന്ന് പറയുന്നത് എനിക്ക് പറയാൻ അവകാശമുണ്ടോ? നിങ്ങൾക്ക് പറയാൻ അവകാശമുണ്ട്, എനിക്ക് പറയാൻ അവകാശമില്ല. അരവിന്ദാക്ഷൻ അയോഗ്യനല്ല, അയോഗ്യനല്ല എന്നുള്ളത് തന്നെയാണ് അരവിന്ദാക്ഷൻ യോഗത്തിൽ പങ്കെടുക്കുന്നത്. നിങ്ങൾ പറഞ്ഞു ഞാൻ കേട്ടല്ലോ.
അജിത് കുമാറല്ല, അജിത് കുമാറിന്റെ അഭിപ്രായമാണ്. അഭിപ്രായം കേട്ടു. ഞങ്ങളിതാ ഈ യോഗം ശരി, അത് ചെയ്തോളൂ. കരുവന്നൂർ കള്ള പണമിടപാട് കേസിൽ ഈട്ടിയെടുത്ത കേസുമായി ബന്ധപ്പെട്ട് PR അരവിന്ദാക്ഷൻ കഴിഞ്ഞ 14 മാസമായി ജയിലിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അരവിന്ദാക്ഷന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. നഗരസഭാ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ അരവിന്ദാക്ഷനെതിരെ കോൺഗ്രസ് BJP കൗൺസിലർമാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. അയോഗ്യനായ PR അരവിന്ദാക്ഷനെ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പങ്കെടുപ്പിച്ചത് ഭരണഘടനാ ലംഘനമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സംഭവത്തിൽ നഗരസഭാ ചെയർമാനും സെക്രട്ടറിയും രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇതോടെ യോഗത്തിൽ വാക്കുതർക്കം അരങ്ങേറി. അരവിന്ദാക്ഷനെ യോഗത്തിൽ പങ്കെടുപ്പിച്ചതിനെതിരെ വിയോജനക്കുറിപ്പ് നൽകി K. അജിത് കുമാർ, SAA ആസാദ് എന്നിവരടക്കമുള്ള പ്രതിപക്ഷ കൗൺസിലർമാർ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ അരവിന്ദാക്ഷനെ അയോഗ്യനാക്കിയിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ PR അരവിന്ദാക്ഷൻ സഭയിലിരിക്കാൻ യോഗ്യനാണെന്നും നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ പറഞ്ഞു. നിയമാനുസരണം അയാൾ 6 മാസം ലീവിന് അപേക്ഷിച്ചു. ആ ലീവ് കഴിഞ്ഞ് 6 മാസത്തിൽ കൂടുതലായിപ്പോൾ ഒരു 6 മാസത്തെ ലീവ് അനുവദിച്ച വ്യക്തി പിന്നീട് ലീവ് നീട്ടണമെങ്കിൽ അയാൾ ആ കൗൺസിൽ യോഗത്തിൽ ഹാജരായിട്ട് വേണം അപേക്ഷ വയ്ക്കാൻ. അതാണ് മുനിസിപ്പൽ ആക്റ്റിൽ പറയുന്നത്. പക്ഷേ അത് ഹാജരാവാതെ 6 മാസത്തിലധികമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ജനറൽ കൗൺസിലിലും പങ്കെടുക്കാത്ത ഒരാൾ 3 മാസം കഴിഞ്ഞാൽ തന്നെ അയോഗ്യനാണ്. ഇയാൾ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനിൽ പരാതി കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ. ആസാദ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കൊടുത്ത പരാതിയിന്മേൽ അരവിന്ദാക്ഷനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇവിടെ കത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ സെക്രട്ടറി രാഷ്ട്രീയ പ്രേരിതമായി ഇയാൾക്കെതിരെ നടപടി എടുത്തിട്ടില്ല. ഇന്നത്തെ യോഗത്തിൽ വന്ന് ഒപ്പിടിക്കുകയാണ്. ഒപ്പിടിക്കുന്ന ഭരണഘടനാ സ്ഥാപനം 93-94 ഭരണഘടനാ ഭേദഗതി പ്രകാരം രൂപീകൃതമായതാണ് കേരളത്തിലെ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും. ആ മുനിസിപ്പൽ ആക്റ്റിൽ 92 പറയുന്നത് 3 മാസത്തെ 3 യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആയാലും ജനറൽ കൗൺസിലായാലും പങ്കെടുക്കാത്തൊരാൾ അയോഗ്യനാണ്. ഇന്ന് നടന്ന കൗൺസിൽ യോഗത്തിൽ അരവിന്ദാക്ഷൻ പങ്കെടുത്തതിൽ ഞങ്ങൾക്ക് വിയോജനമുണ്ട്. കാരണം 1 വർഷത്തോളമായി കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാത്തൊരു വ്യക്തി 6 മാസമായി കഴിഞ്ഞാൽ ശരിക്ക് ഈ കൗൺസിൽ സ്ഥാനത്ത് നിന്ന് നമ്മൾ പുറന്തള്ളപ്പെടുന്നതാണ്. ഇദ്ദേഹം ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുത്തിട്ട് ഞങ്ങൾക്ക് തീർച്ചയായും പ്രതിഷേധമുണ്ട്. പിന്നെ മാത്രമല്ല, കോടതിയിൽ നിന്ന് ജാമ്യത്തിന് വന്നൊരു വ്യക്തിയാണ്. കേസിനെതിരെ ഒരു തീരുമാനം പോലും ആയിട്ടില്ല. ശരി എന്ന് പറഞ്ഞാലോ കാച്ചുള്ളൂ. വടക്കാഞ്ചേരി നഗരസഭയിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ PR അരവിന്ദാക്ഷൻ ഇപ്പോഴും നഗരസഭാ കൗൺസിൽ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അരവിന്ദാക്ഷന് അയോഗ്യത കൽപ്പിച്ചിട്ടില്ല. കഴിഞ്ഞ 6 മാസത്തിന് മുമ്പ് അരവിന്ദാക്ഷൻ്റെ ലീവ് വടക്കാഞ്ചേരി നഗരസഭ പരിഗണിച്ചതാണ്. തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ തന്നെ ചില ഡിവിഷൻ കൗൺസിലർമാരും ഒക്കെ തന്നെ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പെൻഡിങ്ങിലാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെ സംബന്ധിച്ച് അയോഗ്യനാണ് അരവിന്ദാക്ഷൻ എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അരവിന്ദാക്ഷൻ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയ്ക്കും മുനിസിപ്പൽ ആക്ടിനും വിധേയമായി കൊണ്ടാണ് വടക്കാഞ്ചേരി നഗരസഭ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾ യോഗ്യതയിൽ വന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലീവ് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് പോകാറുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.